ഇവരെ പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ. യേശുവിൻ്റെ ഹൃദയം നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. യേശു നമ്മളോട് പറയുന്നത്, എന്നിലേക്ക് വരും, നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ചുമടുകളും എല്ലാം കൂടി എൻ്റെ കയ്യിലേക്ക് തരൂ, ഞാൻ വഹിച്ചോളാം അത് അല്ലേ. എന്നിട്ട് എൻ്റെ നുകം നിങ്ങൾ ഏറ്റെടുക്കും, എന്നെ നിന്ന് പഠിക്കൂ അല്ലേ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ പിതാവായ യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്ത് പോകാൻ പറ്റും. നമ്മുടെ ഏത് തരത്തിലുള്ള ഭാരങ്ങളും വേണമെങ്കിലും അല്ലെ നമ്മൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റും. ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ ഇരിക്കും അല്ലെ. നമ്മൾ പോകാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. ചില ആൾക്കാർക്ക് എല്ലാം പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ യേശുവിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ. എല്ലാം ചെയ്ത് നോക്കി എന്താ പറയുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി എല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം അവസാനത്തെ അത്താണി എന്ന രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മളെ സ്വീകരിക്കാൻ ദൈവം നമ്മുടെ ദൈവം അല്ലെ. അപ്പൊ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് ദൈവം പറഞ്ഞതിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുക. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. അങ്ങനെ പോലും ദൈവം അങ്ങനെ സ്നേഹം പോലത്തെ സ്നേഹം ഞങ്ങൾക്ക് എങ്ങനൊന്നും കിട്ടാനില്ല, കിട്ടത്തൂല്ല കർത്താവേ. ഓ ലോഡ്, ഞങ്ങൾ പാവികളായിരുന്നപ്പോൾ, ഞങ്ങൾ വീക്കായിരുന്നപ്പോൾ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം കർത്താവേ, എന്നും അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുന്നേ ഉള്ളൂ കർത്താവേ. ഞങ്ങൾ അങ്ങേലേക്ക് വരുന്നില്ല, ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹം അങ്ങയുടെ സ്നേഹം. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ സത്യത്തിന്റെ വഴി കൂടെ നടത്തുന്നതിന് നന്ദി. യേശുവുമായിട്ട് സ്നേഹത്തിലാക്കുന്നതിന് നന്ദി. പിതാവേ, അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നന്ദി പറഞ്ഞു. യേശു നാമത്തിൽ ആമേൻ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. 11-ാമത്തെ അധ്യായത്തിന്റെ മത്തായിന്റെ 11-ന്റെ 28 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ ഇതെല്ലാവർക്കും വളരെ അധികം അറിയാവുന്ന വാക്കുകളാണ്. പക്ഷെ എന്നാലും പെട്ടെന്നൊന്ന് വായിക്കാം. ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുവട് ലഘുവും ആകുന്നു. അപ്പൊ നമ്മൾക്കറിയാം, യേശു ഇതന്ന് പറഞ്ഞത് അന്നത്തെ ഇസ്രായേലിലെ മക്കളോടാണ്. ഓഫ് കോഴ്സ് ഇന്ന് നമ്മളോട് എല്ലാവരോടും പറയുന്ന, ലോകത്തോട് പറയുന്ന കാര്യമാണിത് അല്ലെ. ബൈബിള് ആർക്ക് വേണമെങ്കിലും വായിക്കാം. യേശുക്രിസ്തു എല്ലാവരുടെയുമാണ് അല്ലെ. പക്ഷെ ചിലര് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. ചിലര് യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്ന്, എന്താ പറയുക, ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടാവായ ദൈവം എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാണ്. ചിലർ തയ്യാറല്ല അല്ലെ. അതാണ് നടക്കുന്നത്. അപ്പൊ യേശു എല്ലാവർക്കും ഉള്ളതാണ്. യേശുവിന്റെ സൃഷ്ടിയാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ വാക്കുകൾ അന്ന് ഇസ്രായേലിലുള്ളവരോട് പറഞ്ഞാണെങ്കിൽ ഇന്ന് നമ്മളോടും പറയുന്ന അതേ വാക്കുകളുണ്ട്. അപ്പൊ യേശു ഇസ്രായേലിലുള്ളവരെ പറ്റി പറയുവാണ്. അന്നത്തെ കാലത്തെ കാര്യം പറയുവാണ്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ എന്താ പറയാ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ. റിലീജിയസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവരായിരുന്നല്ലോ. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു കാരണവശാലും സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്കാൻ പോകുന്നില്ല. യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ വിട്ട് കടത്താൻ സമ്മതിക്കത്തുമില്ല എന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് മത്തായി സുവിശേഷത്തിൽ തന്നെ 23-ാമത്തെ ചാപ്റ്ററിന്റെ 13-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞ കാര്യം, ഇവര് ദൈവത്തിന്റെ ന്യായപ്രമാണമൊക്കെ ഉണ്ട്. ന്യായപ്രമാണത്തിന് മുകളിലായിട്ടും കൂടെ ന്യായപ്രമാണത്തിനൊപ്പം തന്നെ ഇവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ പഠിപ്പിച്ചിട്ട് മനുഷ്യരുടെ തലയിലേക്ക്, അവരെ രണ്ട് തോളിലേക്കും അവരെ കൊണ്ടെടുക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ അവര് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. ഉദാഹരണമായിട്ട് പറയുവാൻ നമുക്കറിയാം, യേശുക്രിസ്തുവിനെ എന്താ പറയാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച ആളിന്റെ അടുത്ത് മർക്കോസ് സുവിശേഷത്തിന്റെ 7-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അവിടെ യേശുവും തന്റെ ശിഷ്യന്മാര് കൈ കഴുകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഇവരുണ്ടാക്കുന്നു. ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ എന്നും ഉണ്ടാക്കുമായിരുന്നു അല്ലെ. അപ്പൊ കൈ കഴുകിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പുറത്തുനിന്ന് കയറി വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ, ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ കൈ കഴുകാതെ അവർ ഭക്ഷണം കഴിക്കാതിരുന്ന് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ. യേശുക്രിസ്തു നമ്മുടെ ദൈവമാണ്. കൈ കഴുകണം എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശുവിന് ഏത് ബാക്ടീരിയയും വൈറസും അറ്റാക്ക് ചെയ്യും അല്ലെ. പിതാവ് എന്താ പറയുക, സൃഷ്ടാവായ ദൈവത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുള്ള ബാക്ടീരിയയും എന്താ വൈറസും ഈ ലോകത്തുണ്ടോ?
എന്നാലും നമ്മുടെ യേശു കൈ കഴുകുക തന്നെ ചെയ്യും, അല്ലെ? ക്ലീൻ ആക്കുക തന്നെ ചെയ്യും. എന്താ പറയുക, ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഇതല്ല ഇവര് പറയുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ കുറെ പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറെ പ്രത്യേക രീതിയിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കഴുകണം, കൈ കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങള്, പിന്നെ അത് കഴുകുന്ന ആ പാത്രം കഴുകണം. ഇനി യൂട്യൂബിലൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പൊ ഇത് ഭയങ്കര രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ ഈ യേശുവിനോട് ഇവരിങ്ങനെ യേശുവിനെ എതിരായിട്ട് അവർ സംസാരിച്ചു. അപ്പൊ അവരെ പറ്റി യേശു പറയുന്നത് വെച്ചാൽ കപട ഭക്തിക്കാരെ, ഹിപ്പോക്രിറ്റ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് എന്താ പറയാ നുഖങ്ങൾ, ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ ഇവരെടുത്ത് ഇസ്രായേലിലെ മക്കളുടെ തലയിലേക്ക് ഇവര് വെച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇതെല്ലാം കൂടി ഇവരിങ്ങനെ ചെയ്ത് നടക്കുമ്പോ ഇവര് ചെയ്യാൻ അന്ന് സാധിക്കത്തുമില്ല. അല്ല, ഇവര് വെക്കുന്ന ഈ പരീശന്മാരും ശാസ്ത്രിമാരും വെക്കുന്ന ഈ ഭാരത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ സാധാരണക്കാരുടെ മനുഷ്യർക്കൊട്ട് സാധിക്കത്തുമില്ല. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മൃഗത്തിന്റെ രാജ്യം ഇവര് നേടിയെടുക്കാൻ ശ്രമിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നടക്കുന്നുണ്ടോ? നടക്കുവോ? അതില്ല താനും, അല്ലെ? ദൈവത്തിന്റെ കണ്ണു വേറെയായിപ്പോയി, ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയായിപ്പോയി ഈ സാധാരണക്കാരായ മനുഷ്യരില്ല. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നതിന് ഭാരം നിൽക്കുന്നവരായിട്ടുള്ള വ്യക്തികളെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വായോ, അല്ലെ? ഞാൻ നിങ്ങൾക്ക് എന്താ പറയണേ, റെസ്റ്റ് തരാം. ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരും. കാരണം സൃഷ്ടാവായ ദൈവമാണ് പറയുന്നത്. ഇനി അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ പറയുന്നവരെ പറ്റി നമ്മളെയും കൂടെയാണ് പറയുന്നത്, അല്ലെ? അപ്പൊ യേശു ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം യേശു പലരു വഴി എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളല്ല നമുക്കും കൂടെ ഉള്ളതാണല്ലോ, അല്ലെ? അന്നത്തെ ഇസ്രായേൽ മക്കളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പോലും, പക്ഷെ നമുക്കും കൂടെ ഉള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മളോടൊപ്പം അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ, ദൈവത്തിന്റെ യേശുവിന്റെ അടുത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഞാൻ റെസ്റ്റ്, ആശ്വാസം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പറയുവാണ്. അപ്പൊ ഭാരം ചുമക്കുന്നവർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഭാരങ്ങളാണ് നമ്മളെല്ലാവരും ചുമക്കുന്നത്. ഇപ്പോ പലതരത്തിലുള്ള അസുഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാര്, കടന്നു പോയിട്ടുള്ള ആൾക്കാര്, അല്ലെ? പലതരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ള ആൾക്കാര്, പിന്നെ എന്താ പറയുക, പിശാചിൻ്റെതായിട്ടുള്ള പിടിയിലായിട്ടുള്ള ആൾക്കാര്, പിശാചിന്റെ പിടിയിലാണെന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാരും, അല്ലെ? പലതരത്തിലുള്ള ബോണ്ടേജുകൾ, ബന്ധനങ്ങളായിരിക്കുന്ന ആൾക്കാര്, പലതരം അഡിക്ഷനുകളിലായിരിക്കുന്ന ആൾക്കാര്, അവർക്ക് ആ അഡിക്ഷനിൽ നിന്നൊക്കെ എന്താ പറയാ, ബന്ധനത്തിൽ നിന്നൊക്കെ പൊട്ടിച്ച് വരണമെന്ന്, ദൈവത്തിന്റെ വഴി കൂടെ നടക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, മനസ്സിൽ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും വിടുവിച്ച് വരാൻ വയ്യാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാര്, അല്ലെ? പിന്നെ അതിന്റെ ഒപ്പം തന്നെ വേറെ ചില ആൾക്കാര് എന്താ പറയുക, എല്ലാം ചെയ്യും, ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാര്. പക്ഷെ എപ്പോഴും ഈ ഫീലിങ്, എന്ത് ചെയ്താലും, അല്ലെ, ഞാൻ ഫെയിലിയർ ആണല്ലോ, ഞാൻ നല്ലതല്ലല്ലോ, അല്ലെ, എനിക്ക് ദൈവത്തിന്റെ അടുത്തായിരിക്കാൻ സാധിക്കത്തില്ല, ദൈവം എന്നെ നിന്ന് അകലെയാണോ, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള തോന്നലുകൾ നടക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പാപം അവർ ചെയ്തു പോയിട്ടുണ്ടെ പിന്നെ അവര് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ആൾക്കാർ, അല്ലെ? അങ്ങനെ പല രീതിയിൽ കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം ചെയ്തു നോക്കിയാലും, അല്ലെ, അവസാനം ദൈവമേ, ഞാൻ അങ്ങേക്ക് മതിയാവുന്ന ഒരു വ്യക്തിയല്ലല്ലോ എന്നൊരു തോന്നലിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ, പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെയാണ് നമ്മൾ പലരും കടന്നു പോകും. ഞാൻ പറയുന്നത് വിശ്വാസികളായിരിക്കുന്നവരെ കാര്യം പറയുന്നത്. വിശ്വാസികൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് ഒരിക്കൽ പോലും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ? അപ്പൊ നിങ്ങൾ പേടിക്കണം, ഞാൻ ലോകത്തെ ഓൾറെഡി അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോൾ പ്രശ്നങ്ങൾ കൂടെ പലതിൽ കൂടെ കടന്നു പോകും, അല്ലെ? അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, പലരുടെ ചോദിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ബോണ്ടേജുകൾ ഉണ്ടാകുന്നത് എന്നൊരു, അല്ലെ? പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, യേശു ക്രിസ്തുവിൽ അവർ നേരെ ചൊവ്വേ വിശ്വസിക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചിലരെങ്കിലും കുറ്റപ്പെടുത്തുകയും ചിലരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ബോണ്ടേജുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബന്ധനങ്ങൾ ഉണ്ടാകുന്നത് പിശാചിന്റെ വർക്ക് വഴിയാണല്ലോ, അല്ലെ? പിശാചാണല്ലോ ബന്ധനമായിട്ട് വരുന്നത്.
അപ്പം എങ്ങനെയാണ് ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ആളുടെ ജീവിതത്തിലേക്ക് പിശാചിന് എൻട്രി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ നടക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം എന്താണ് വാതിലുകൾ തുറന്നു കൊടുക്കും പിശാചിന്റെ വർക്കിനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയും യേശുവിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് യേശുവിന് കയ്യിൽ കൊടുത്തുകൊണ്ട് അല്ലെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ലീഡ് ചെയ്യുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ബന്ധനങ്ങൾ ഉണ്ടാകത്തില്ല. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ചില ഏരിയ എങ്കിലും നമ്മൾ യേശുവിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. മിക്കവാറും ആൾക്കാർ സബ്മിറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ മിക്കവാറും ആൾക്കാർക്ക് പറ്റാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലതരത്തിലുള്ള പേടിയല്ല. അപ്പൊ ദൈവം നമ്മളോട് എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെക്കണം എന്ന് പറയുമോ, അല്ലെ അല്ലെങ്കിൽ നമ്മള് ദൈവത്തിന്റെ വർക്കിന് വേണ്ടി നമ്മൾ വിളിക്കുമോ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പേടിയാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ചില തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും, ചില റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും, അതൊന്നും വേണ്ടെന്ന് വെക്കാൻ സാധിക്കത്തില്ല. ചിലർക്ക് ചില തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാവും, ചിലര് മൂവികൾ കാണുന്നവരായിരിക്കും, അവർക്ക് അതൊന്നും വേണ്ടെന്ന് വെക്കാൻ താല്പര്യമില്ല. അങ്ങനെയാകുമ്പോൾ യേശുവിന്റെ കയ്യിലേക്ക് ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്ത വളരെ അധികം എന്താ പറയാ വിശ്വാസികളുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരുടെ ജീവിതത്തില് അവര് വർക്ക് ചെയ്യുന്നത് ജഡത്തിന്റെ അഭിലാഷം അനുസരിച്ചായിരിക്കും, അല്ലെ? അപ്പൊ ജഡത്തിന്റെ വഴിയെന്ന് പറഞ്ഞാലും എന്താ പറയണേ, ഈ നമ്മുടെ ഫ്ലഷിന്റെ വഴിയും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വഴിയും രണ്ടും രണ്ടാണ്. നമ്മുടെ ജഡത്തിന് കാർണൽ നേച്ചറിന് ഒരു കാലത്ത് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ അടിയിലാകാൻ സാധിക്കത്തില്ല, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൺട്രോളിലായി വരാൻ സാധിക്കത്തില്ല. ജഡത്തിന് ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് ശത്രുതയുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ജഡം എപ്പോഴും ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് എതിരായിട്ട് നിൽക്കും, ദൈവമായിട്ട് എതിരായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെയാകുമ്പം ദൈവത്തിന്റെ എതിരായിട്ട് നിൽക്കുന്ന എന്തുവാണെങ്കിലും എന്താ പറയുക പിശാചിന് അത് എൻട്രി പോയിന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് പലരും എന്താ പറയുക ബന്ധനങ്ങളിലായി പോകുന്നത്, അല്ലെ? അപ്പൊ അവിടെ നിന്നൊക്കെ അവർക്ക് വിട്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, ചിലർക്ക് സാധിക്കാറില്ല, അല്ലെ? അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് വരിക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്താൽ എന്നെ കൊണ്ട് കൊള്ളരുതാത്തൊരു വ്യക്തിയെ ഞാൻ എന്നൊരു വിചാരം, അല്ലെ? ഞാൻ എത്രമാത്രം ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നൽ, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ക്രോസ് ഓഫ് കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? നമ്മൾ യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ബാപ്റ്റിസം എല്ലാം യേശുവിനെ വിശ്വസിക്കുന്ന സമയത്ത്, അല്ലെ, ആ നിമിഷത്ത് നമ്മുടെ വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശു പിതാവ് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെ, എന്താ പറ്റുന്ന വെച്ചാൽ നമുക്ക് ആ ഫ്രീ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ, നമ്മുടെ രക്ഷ എന്നുള്ളത് ഒരു ഫ്രീ ഗിഫ്റ്റാണ് നമുക്ക്, അല്ലെ? നമ്മുടെ ദൈവം നമുക്ക് ഈസി ആയിട്ട് തരും. അതോടൊപ്പം തന്നെ എന്താന്ന് ദൈവം എന്താ നമുക്ക് വേണ്ടി ചെയ്യുന്നു പറയുമ്പോൾ, ബാപ്റ്റിസം കഴിയുമ്പോൾ നമുക്ക് ദൈവം എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, പഴയ ആഴത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ പാപത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം, ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിക്കളയുക ചെയ്യുന്നത്. മാറ്റിക്കളഞ്ഞിട്ട് യേശുവിന്റെ സ്വഭാവം, എന്താ പറയാ, നൈർമല്യമുള്ള സ്വഭാവം, ഹോളി ആയിട്ടുള്ള സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, നമുക്ക് പുതിയ നേച്ചർ, പുതിയ ക്യാരക്ടർ നമുക്ക് തരുക യേശു ക്രിസ്തു ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മള് യേശുവിലുള്ള വിശ്വാസത്തിലാകാതിരുന്ന സമയത്തുണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുമല്ലോ. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മൂവികൾ, സിനിമകളൊക്കെ, നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴികൾ, അതിലൊന്നും പോകാൻ പിന്നെ താല്പര്യം കാണില്ല. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന രീതിയിലൊന്നും നമുക്ക് സംസാരിക്കാൻ, ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പിന്നെ ഗോസിപ്പ് പറയാൻ താല്പര്യം കാണത്തില്ല. കാരണം ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആടത്തിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, അല്ലെ? അതെല്ലാം കഴിഞ്ഞ് യേശുവിന്റെ സ്വഭാവത്തിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളൊരു പുതിയ ക്രിയേഷനായി തീർന്നിരിക്കുക, അല്ലെ? അപ്പൊ ദൈവം പറയുന്നത് വെച്ചാൽ ഗലാത്യർക്ക് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിലൊക്കെ പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാല് യേശുക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിലാണ് നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിന് എന്താ പറയുക,
അതിന്റെ സാറ്റിസ്ഫാക്ഷനായിട്ട് അല്ലെ നമ്മൾ പോകരുത്. ജഡത്തിന്റെ സ്വഭാവത്തിൽ പിന്നെയും വർക്ക് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കരുത്. ആ സ്വാതന്ത്ര്യം യേശുക്രിസ്തു തന്ന സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കാൻ പോകരുത് എന്ന് പറഞ്ഞാല്, അങ്ങനെ നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് പിശാചിന്റെ പിടിയിലായി പോകും അല്ലെ, നമ്മൾ വീണ് പോകും. അതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്നിരുന്നെങ്കിൽ പോലും അല്ലെ, നമ്മുടെ ദൈവം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബേർഡൻ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നവരായിക്കോട്ടെ, എന്താ പറയണേ, എന്നെ കൊണ്ട് ദൈവത്തിന് ഉപകാരമില്ലല്ലോ, ഞാൻ ദൈവത്തിന് ഈ പറ്റുന്ന ആളല്ല എന്ന് വിചാരിച്ചെങ്കിൽ പോലും ആയിക്കോട്ടെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വായോ, എൻ്റെ അടുത്തേക്ക് വായോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മൊത്തം എൻ്റെ കയ്യിലേക്ക് തായോ, ഞാൻ അതിന് പരിഹാരമുണ്ടാക്കാം എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ മതി. നമ്മള് യേശുവിന്റെ കണ്ണില് നമ്മൾ പരിശുദ്ധരാണ്. കാരണം നമുക്ക് ആ റൈച്ചസ്നെസ് അല്ലെ, ആ നീതിന്യായം, അത് ദൈവം ആ നീതി നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു. നമ്മളെ നീതിമാനാക്കി മാറ്റിയിരിക്കുകയാണ്. അതൊരു ഫ്രീ ഗിഫ്റ്റ് ആണ്. യേശു നമ്മളെ നീതിമാനാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ പിതാവ് നമ്മളിലേക്ക് നോക്കുമ്പോ ആ നീതിമാൻ എന്നുള്ളൊരു കാര്യം മാത്രം, യേശുക്രിസ്തു എന്ന കണ്ണാടിക്കൂടെയാണ് പിതാവ് നോക്കുന്നത്, നമ്മളിലേക്ക് നോക്കുന്നത്. അപ്പൊ നീതിമാൻ എന്നുള്ള കാര്യം മാത്രമേ പിതാവ് കാണത്തുള്ളൂ അല്ലെ. കാരണം നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കണം. ഫ്രീ ഗിഫ്റ്റ് ഒരിക്കലും എടുത്ത് മാറ്റില്ല. റോമർക്കെഴുതിയ ലേഖനത്തിൽ 11 ചാപ്റ്ററിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗിഫ്റ്റും കോളിങ്ങും ഒന്നും എന്താ പറയുക തിരിച്ചെടുക്കുന്ന കാര്യമല്ല അല്ലെ. യേശുവിന്റെ കയ്യിലേക്ക് വന്നാൽ മതി. ഇനി ദൈവം ഇവിടെ പറയും, മത്തായി എഴുതിയ സുവിശേഷം 11 ചാപ്റ്ററിന്റെ 28 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്ന 29 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യനും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ അല്ലെ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുവട് ലഘുവും ആകുന്നു. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചപ്പോ ഇങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട്, എന്താണ് ഈ നുകമെന്നും എന്താണ് ചുമട് ലഘുവും എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നുകത്തിന്റെ അടിയിൽ വരാൻ പറഞ്ഞിരിക്കുന്നു അല്ലെ. എന്താണ് നുകം എന്ന് പറഞ്ഞു? അപ്പൊ നമ്മൾ നേരത്തെ കേരളത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പാടത്തുമൊക്കെ കാളേനെയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ കളം ഉഴുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ രണ്ട് കാളേനെ എന്താ പറയണേ കൂട്ടി നിർത്താൻ വേണ്ടി വെക്കുന്ന സാധനത്തിന്റെ പേരാണ് നുകം എന്ന് പറയുന്നത്. അപ്പൊ യേശു പറയുക, നിങ്ങൾ എന്നിലേക്ക് വന്ന് എൻ്റെ നുകം എടുക്കൂ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ യേശു എന്തിനാ അങ്ങനെ പറഞ്ഞു? നമ്മളെങ്ങനെ കൂട്ടി നിർത്താൻ വേണ്ടിയാണ് അല്ലെ. എൻ്റെ നുകം എന്നുകൊണ്ട് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും ആ നുകത്തിൽ കെട്ടാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നുകം എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് കാളേനെയാണെങ്കിലും കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ ആ മൃഗങ്ങളെ ഇങ്ങനെ അടക്കി നിർത്താൻ വേണ്ടി, ഒരേ ഡയറക്ഷനിൽ വിടാൻ വേണ്ടി അടക്കി നിർത്താൻ വേണ്ടിയല്ല. അപ്പൊ ഇവിടെ നുകം എന്ന് പറയുമ്പോൾ, യേശുവിന്റെ നുകം എന്ന് പറയുമ്പോൾ യേശുവിന്റെ വഴി കൂടെ നടക്കാനായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ എൻ്റെ നുകം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ യേശുവിന്റെ നുകമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ആ നുകത്തിന്റെ ഒരു സൈഡിൽ യേശു ഉണ്ടെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ യേശുവിൻ്റെതാണ് ഒരു നുകം. ഒരു നുകത്തിന്റെ ഒരു കഴുത്തിൽ എന്താ പറഞ്ഞ, അത് യേശുവാണ് ഉള്ളത്. അടുത്ത കഴുത്തിലേക്ക് നമ്മളും കൂടെ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് യേശുവിന്റെ നുകത്തില് നമ്മളെ കൂടെ ഉൾപ്പെടുത്തി യേശു ഒരു സൈഡിലും നമ്മൾ ഒരു സൈഡിലും പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് നുകം എന്നതിനെ പറ്റി പറയാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇരമ്യാവിലേക്ക് വരുമ്പോൾ 6-ാമത്തെ ചാപ്റ്റർ 16-ാമത്തെ വാക്കില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്തെന്നു. ഇരമ്യാവിന്റെ അതായത് ജെറമിയന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 16-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികൾ ചെന്നു നല്ല വഴി ഏതെന്നു പഴയ പാതകളെ നോക്കി ചോദിച്ചു അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അത് നടക്കില്ല എന്ന് പറയുന്നു അല്ലെ. എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ പ്രാണന് റെസ്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരമ്യാവ് വഴി ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. അപ്പൊ നല്ല വഴികൾ ചെന്ന് അതേത് പഴയ പാതകളെ നോക്കി ചോദിച്ച് പഠിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ, പഴയ പാത എന്ന് പറയുമ്പോൾ മോസസ് അവർക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വഴി, അതായത് ആ പഴയ പാത നല്ല വഴിയാണെന്ന് പറയുന്നിരിക്കുന്നു അല്ലെ. നല്ല വഴി ഏതെന്ന് പഴയ പാത
പാതകളും നോക്കി ചോദിച്ചു അതിൽ നടപ്പിൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പാതകൾ നല്ലതായിരുന്നു. അപ്പൊ പഴയ വഴികൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. നമ്മള് എന്താ പറയാ നമ്മുടെ കാരണവന്മാര് പഠിപ്പിച്ച ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരോട് പറയുക, ഇവരുടെ കാരണവന്മാർ പഠിപ്പിച്ച ആ പഴയ വഴിയിൽ കൂടെ നടക്കൂ എന്ന് പറയാം. ആ പഴയ വഴി നല്ല വഴിയെന്ന് ദൈവം പറയുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പഴയ വഴിയെ പറ്റി പറയും? ദൈവത്തിന്റെ വഴിയെ പറ്റി അല്ലെ. മോസസും അവര് പഠിപ്പിച്ച വഴിയെ പറ്റി, ദൈവത്തിന്റെ വഴിയെ പറ്റി പറയുന്നത്. ആ ദൈവത്തിന്റെ വഴിയെ പറ്റി കൂടെ നടക്കൂ എന്ന് പറയുക. ഇനിയിപ്പോൾ സങ്കീർത്തനത്തിൽ 18ാമത്തെ സങ്കീർത്തനത്തിൽ വരും 30ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും, ദൈവത്തിന്റെ വഴി തികവുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല വഴി എന്ന് പറഞ്ഞാൽ ഏത് വഴിയാ? ദൈവത്തിന്റെ വഴി. മനുഷ്യന്റെ വഴി കൊള്ളരുതാത്ത വഴി. പിശാചിന്റെ കാര്യം പറയാനേ ഇല്ല. അവന് വഴിയല്ല, അവന്റെ ഒന്നും തന്നെ കൊള്ളത്തില്ല അല്ലെ. അപ്പൊ നല്ല വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴി മാത്രമാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വഴി തികവുള്ളതും യഹോവയുടെ വചനം ഊതി കഴിച്ചതും തന്നെ ശരണമാക്കുന്നവന് അവൻ ഏവർക്കും അവൻ പരിചയം വന്നു. അപ്പൊ യഹോവയുടെ വഴിയാണ് നല്ല വഴി. യഹോവയുടെ വചനം അത് തെളിയിച്ചതാണ് എന്ന് വെച്ചാൽ പ്രൂവൺ ആണ്. യഹോവയുടെ വചനം ഓൾറെഡി സെറ്റിൽഡ് ആണ് അല്ലെ, അതിന് കളങ്കമില്ല. അപ്പൊ നമുക്കറിയാം യേശുവിന്റെ കാര്യം നോക്കുമ്പോൾ യേശു പിതാവ് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ഒന്നാണ്. അപ്പൊ ദൈവം എപ്പോഴും തന്റെ വചനത്തിന്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. ആ വചനത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം ചലിക്കത്തില്ല. ആ വചനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചലിക്കത്തുള്ളൂ അല്ലെ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവ് പറഞ്ഞിരിക്കുന്ന പ്രോഫറ്റുമാര് വഴി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അല്ലെ. അപ്പൊ ദൈവം പിന്നെ നമുക്ക് യേശുവിനെ പറ്റി അറിയാം. യേശു പിതാവ് പറഞ്ഞതിന്റെ അല്ലാതെ വേറൊരു കാര്യം ചെയ്യത്തുമില്ല. അതിപ്പോ ദൈവത്തിന്റെ വാക്ക് മാത്രമാണ് ദൈവം എന്താ പറയാ, വാക്കനുസരിച്ച് മാത്രമാണ് ദൈവം മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പൊ ദൈവം അതൊരു റിസ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ദൈവം ആ തന്റെ വാക്കിൽ ലിമിറ്റഡ് ആക്കി തന്നെ നിർത്തിയിരിക്കുക അല്ലെ. ഒരു ലിമിറ്റിംഗ് ആസ്പെക്ട് പോലെ അത് ലിമിറ്റ് ചെയ്തിരിക്കുക ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നുകം, നേരത്തെ ഞാൻ പറഞ്ഞത് നുകം മൃഗങ്ങളുടെ കഴുത്തിൽ വെക്കുന്നത് എന്ന് വെച്ചാൽ മൃഗങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാതിരിക്കാൻ വേണ്ടി അല്ലെ. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് മൃഗങ്ങളെ കൂട്ടിക്കെട്ടുമ്പോ എന്താ പറയുക, രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോകുന്നതിന് വേണ്ടിയാണ് നുകം വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്റെ നുകം എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ വാക്കിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, തന്റെ കമാൻഡ്മെന്റ്, തന്റെ ആജ്ഞകളെ പറ്റിയാ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ യേശുവിന്റെ നുകം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിന്റെ അപ്പുറത്തോട്ട് ഇപ്പോഴും യേശു ക്രിസ്തു പോകത്തില്ല. എന്ന് പറഞ്ഞ ദൈവം എന്താ നമ്മളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കറിയാം നിങ്ങൾ വളരെയധികം ഭാരം ചുമക്കുന്നവരാണ്, എന്റെ അടുത്തേക്ക് വരൂ, നിങ്ങൾ എന്റെ കയ്യിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തരൂ, നിങ്ങൾക്ക് ഞാൻ സമാധാനം തരാം, എന്നിട്ട് എന്റെ നുഖത്തിന്റെ കീഴിൽ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞ, എന്റെ വചനം അനുസരിച്ച് ജീവിക്കും അല്ലെ. ആ നുഖത്തിന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന യേശുവാണ്, നമ്മളായിരിക്കും നമ്മളെയും കൂടെ ആ നുഖത്തിന്റെ മറ്റേ സൈഡിലേക്ക് വരാനാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് പിന്നെ ഇങ്ങനെ പറയുക, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനും ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ അല്ലെ. എന്ന് പറഞ്ഞാൽ എന്റെ നുകം, അതായത് എന്റെ വചനം ഏറ്റെടുക്കൂ, എന്റെ കമാൻഡ്മെന്റ്സ് ഏറ്റെടുക്കൂ, അത് കേട്ടിട്ട് എന്നിൽ നിന്ന് പഠിക്കൂ അല്ലെ. ഞാൻ ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കൂ അല്ലെ. എന്താ പറഞ്ഞ, നിങ്ങൾ എന്റെ വഴിയിൽ കൂടെ നടക്കൂ, എന്നെ മനസ്സിലാക്കൂ, എന്റെ സ്നേഹത്തെ പറ്റി മനസ്സിലാക്കൂ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി എന്റെ ഒപ്പം നടക്കൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ മൊത്തം എന്റെ കയ്യിലേക്ക് തന്നോളൂ എന്ന് പറയുവാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കും, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ചുമട് എന്ന് പറയുമ്പോ നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷമല്ല ലേഖനത്തിലേക്ക് വരുമ്പോ 1-ാമത്തെ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 3-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ യോഹന്നാന്റെ 5-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവേ അല്ല. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക് അല്ലെ, കമാൻഡ്മെന്റ്സ്, അതാണല്ലോ നമുക്ക് നുകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നുകം അനുസരിക്കുക എന്ന് പറയുന്നത് അത് ബർഡൻസം അല്ല എന്ന് പറഞ്ഞിരിക്കുക, അത് ഭാരമുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുക. അതാണ് യേശു പറഞ്ഞത്, എന്റെ ഭാരം എന്ന് പറഞ്ഞാല്, എന്റെ വാക്കത് ഭാരമാണെങ്കിൽ ആ ഭാരം ഒരു ഭാരമേ അല്ല അല്ലെ. എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു ഭാരമല്ല അല്ലെ. ദൈവം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്റെ കൂടെ നടക്കുന്ന നിങ്ങൾ അതൊരു ഭാരമല്ല, എന്റെ ആ ഭാരമില്ലായിരിക്കുക അത് നിങ്ങൾ ഏറ്റെടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ
ചുമട് അതൊരു ഭാരമല്ല, അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നത് നമുക്കൊരു ഭാരമല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നത് നമ്മൾ തന്നെയല്ല, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ് യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോ നമ്മൾക്ക് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യും വളരെയധികം ഈസിയാണ്, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നുകത്തിന്റെ ഒരു സൈഡിൽ യേശുവും നഖത്തിന്റെ ഇപ്പുറത്ത് നമ്മളുമാണെങ്കിൽ ആ സകല വിധത്തിലുള്ള ഭാരവും വരുന്ന യേശുവിലേക്ക് ആയിരിക്കില്ല. യേശു നമ്മുടെ കയ്യിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് തരത്തില്ലല്ലോ, അല്ലെ? നമ്മുടെ പാപങ്ങൾ മൊത്തം യേശുവിന്റെ തലയിലായിരുന്നു വിചാരിച്ചാലും ക്രോസ് ഓഫ് കാൽവരിയിൽ വെച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു, അല്ലെ? അത് കഴിഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു, എന്താ പറയുക, ക്രോസ് ഓഫ് കാൽവരിയിൽ വെച്ച് ഇത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും, എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഭാരങ്ങളെല്ലാം കഴിഞ്ഞു പോയിരുന്നു, അല്ലെ? അതെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പം യേശുവിന്റെ വഴി കൂടെ നടക്കാൻ നമ്മളോട് പറയുക, അല്ലെ? അപ്പൊ അതിനും കൂടെ നമ്മൾ യേശുവിന്റെ വഴി കൂടെ നടക്കാൻ പറയുമ്പോൾ പോലും ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ എന്താ പറയാ ഹെൽപ്പറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെ? അപ്പൊ യേശു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അടുത്തേക്ക് വരും, എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള രൂപത്തിലും ഭാവത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ, നിങ്ങളുടെ ജീവിതം എന്റെ കയ്യിലേക്ക് തരൂ, അല്ലെ? എന്നിട്ട് പഠിക്കൂ, എന്റെ വചനം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് പഠിക്കുക, എന്റെ കൂടെ നടക്കൂ എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് തരത്തിൽ കൂടെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോയിക്കോട്ടെ, നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക്, യേശുവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, അല്ലെ? യേശുവിന്റെ നുകം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളതാണ്. യേശുവിന്റെ ബേർഡൻ എന്ന് പറഞ്ഞാൽ, ചുമട് എന്ന് പറഞ്ഞാൽ ലൈറ്റും ആയിട്ടുള്ളതാണ്, അല്ലെ? അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് നന്ദി പറയുന്നു. മൈറ്റി കിങ്, താങ്ക് യു ആൻഡ് പ്രൈസ് യു മസ്റ്റ് ഗോഡ്. ഞങ്ങൾ അങ്ങയുടെ കയ്യിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ തന്നു കഴിയുമ്പോൾ, എൻ്റെ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരുക തന്നെ ചെയ്യുമല്ലോ കർത്താവേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുവാണെങ്കിൽ, കർത്താവെ, അത് അവര് അങ്ങയുടെ കയ്യിലേക്ക് തരാൻ ഉള്ള കൃപയാക്ക് കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവെ നന്ദി പിതാവ്. വർഷിപ്പ് യു, പ്രേസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടാൽ നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടായി.